ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് IELTS എക്സാം, PTA, OET അല്ലെങ്കിൽ PSC എക്സാംസ്, അങ്ങനെ ടഫായിട്ടുള്ള എൻട്രൻസ് എക്സാംസ്, നീറ്റ് എക്സാംസ്, അങ്ങനെ എക്സാംസ് എഴുതിയിട്ട് അതിൽ ഫെയിൽ ആവുക അല്ലെങ്കിൽ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഉത്തരങ്ങളെല്ലാം നമുക്കറിയാം, പക്ഷേ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻ്റ് അല്ലാതെ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ പാടെ ഇല്ലാതാക്കിയിട്ട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം കൊണ്ടുവരാനായിട്ടുള്ള സ്വിച്ച് വേർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒത്തിരി പേര് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് IELTS ഒക്കെ എഴുതുന്നവരുണ്ടായിരിക്കും. ഒരു വട്ടവും രണ്ട് വട്ടമൊക്കെ എഴുതിയിട്ട് സ്കോർ മീറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല, എക്സാം എഴുതുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബ്ലൂ കളർ പെന്നിലാണ് ഇത് എഴുതേണ്ടത്. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡിനൊപ്പം തന്നെ ഹീലിംഗ് കോഡ്സും ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് വേണം എഴുതാനായിട്ട്. നമുക്ക് എത്ര ടൈമിൽ നമുക്കിത് എഴുതാൻ പറ്റുന്നു അത്രയും നല്ല കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ നമ്മൾ ഈ ചാൻഡ് ചെയ്യുന്ന പെൻ കൊണ്ടൊക്കെ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുന്നത് ഒത്തിരി നല്ല കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എത്ര വലിയ എൻട്രൻസ് എക്സാം ആണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഉത്തരങ്ങൾ ഒരിക്കലും തെറ്റിപ്പോവാതെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ഈ സ്വിച്ച് വേർഡ് എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കാം, എന്നിട്ട് ഇതുപോലെ ഒരു ബ്ലൂ കളർ പെൻ എടുക്കാം. ബ്ലൂ കളറാണ് കുറച്ചും കൂടി നല്ലത്. ബ്ലാക്ക് ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താണെന്ന് വെച്ചെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കുന്നത് ബ്ലൂ കളർ പെന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു സർക്കിളിൽ വേണമെങ്കിൽ, നമ്മൾ പഴയ വീഡിയോസിലൊക്കെ പോലെ സർക്കിളിൽ വേണമെങ്കിൽ സർക്കിളിൽ ചെയ്യാം. ഇതൊത്തിരി വേർഡ്സ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് എഴുതുന്നത്. നമുക്കിതുപോലെ എഴുതാം. TOGETHER സ്പേസ് ഇടാം. DIVINE സ്പേസ് ഇടാം. ഇതിൻ്റെ ഒപ്പം തന്നെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി എഴുതുന്ന വീട് നമുക്ക് താഴെ എഴുതാം. ORDER സ്പേസ് ഇടാം. CRYSTAL സ്പേസ് ഇടാം. LISTEN സ്പേസ് ഇടാം. CONSIDER സ്പേസ് ഇടാം. SAGE സ്പേസ് ഇടാം. NOW സ്പേസ് ഇടാം. DIVINE സ്പേസ് ഇടാം. CARE 12. നമുക്ക് എത്ര ടൈമിൽ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഈ ഒരു സ്വിച്ച് വേർഡ് നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനൊപ്പം തന്നെ എഴുതാവുന്ന മറ്റൊരു സ്വിച്ച് വേർഡാണ് DIVINEC സ്പേസ് ഇട്ട് CAREJUWEL
TGE സ്പേസ് ഇടുക GENIUS സ്പേസ് ഇടുക 5,555,555 ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എഴുതുന്ന മറ്റ് ഒരു സ്വിച്ച് വേർഡ് അല്ല, ഹീലിംഗ് കോഡ്സ് ആണ് ഞാനിവിടെ എഴുതുന്നത്. 17185,589,3240. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതെഴുതാം, അല്ലെങ്കിൽ ഇതെഴുതാം. അതല്ലെന്നുണ്ടെങ്കിൽ 4815812. ഇതിലേത് സ്വിച്ച് വേർഡ് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ ഈ കാണുന്ന സ്വിച്ച് വേർഡ്സ് ആണെങ്കിലും ഹീലിംഗ് കോഡ്സ് ഏതാണെങ്കിലും നിങ്ങൾക്ക് പവർഫുള്ളായിട്ടുള്ള റിസൾട്ട് തരാൻ സാധിക്കുന്ന സ്വിച്ച് വേർഡ്സും ഹീലിംഗ് കോഡ്സുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എക്സാംസൊക്കെ എഴുതാൻ പോകുന്നവർ ഈ ഒരു സ്വിച്ച് വേർഡും ഹീലിംഗ് കോഡ്സൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ആ പെൻ വെച്ചിട്ട് തന്നെ എക്സാം എഴുതുക. നിങ്ങൾ പഠിച്ച ഉത്തരം ആ ഒരു ടൈമിൽ നിങ്ങൾ ഏത് പോർഷനാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിന് മുന്നേ നിങ്ങളൊരു ഹീലിംഗ് കോഡ് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക. ആ ഒരു പോർഷൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോവില്ല. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആ എക്സാമിൽ, കൃത്യമായിട്ട് ആ എക്സാമിൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ഒരിക്കലും അത് തെറ്റിപ്പോവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് പറയുക. അതിനുള്ള ടിപ്പ് ആൻഡ് ടിക്സ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം ബി വ്ലോഗ് തൃശ്ശൂർ.